വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് തുടങ്ങി അല്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അതൊക്കെ നമ്മൾ നോക്കിയില്ലേ? മണി മാർക്കറ്റിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റാണ് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താ, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മണി മാർക്കറ്റ് ഷോർട്ട് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫണ്ട് ആൻഡ് റൈസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീർഘകാലത്തേക്ക് അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് പണം കടമായി കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും വിപണിയാണ് ഏതെന്ന് പറയണത്, അല്ലെങ്കിൽ മാർക്കറ്റാണ് ഏതെന്ന് പറയണത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ലോങ് ടേം ദീർഘകാലത്തേക്കുള്ള ധന ഉറവിട വിപണിയാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് റെഫേഴ്സ് ടു facilities and institutional arrangement through which long-term funds both equity and debt are raised and invested. മീഡിയം ടേം ആയിട്ടുള്ളതും അതേപോലെ തന്നെ ലോങ് ടേം ഫണ്ടും റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ എന്താ ചെയ്യണത്, ഇക്വിറ്റി ആണെങ്കിലും അതേപോലെ ഡെപ്റ്റ് ആണെങ്കിലും റേസ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിലും ഡെപ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രത്യേകതകൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇക്വിറ്റി ഷെയർ, ഡിബഞ്ചേഴ്സ് മുതലായ ദീർഘകാല സെക്യൂരിറ്റികളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞു അല്ലേ, ഏതൊക്കെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്? ഇക്വിറ്റി ഷെയറും അതേപോലെ ഡിബഞ്ചറും മുതലായ ലോങ് ടേം ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡീൽസ് വിത്ത് ലോങ് ടേം സെക്യൂരിറ്റീസ് ലൈക്ക് ഇക്വിറ്റി ഷെയർ, ഡിബഞ്ചേഴ്സ് എക്സെട്ര. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് നോക്കാനുള്ളത്. വ്യക്തികളും സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. എല്ലാവരും ഉൾപ്പെടുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈ ഇടനിലക്കാർ, ഇൻ്റർമീഡിയറീസ് ആയിട്ട് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ആരൊക്കെയാണ് നോക്കാം. ആരൊക്കെയാണ്? മെർച്ചൻ്റ് ബാങ്കുകളുണ്ട്, അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, ബ്രോക്കേഴ്സ് മുതലായവരൊക്കെയാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻ്റർമീഡിയറീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർമീഡിയറീസ് ലൈക്ക് ബ്രോക്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ് ആൻഡ് മെർച്ചൻ്റ് ബാങ്ക്സ്. നാലാമത്തെ പോയിന്റ്, ആരാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ആരാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്? സെബി ആണ്. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഏത് പ്രവർത്തിക്കുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. മണി മാർക്കറ്റ് ആരാണ്? RBI. അത് മറന്നു പോകരുത്. മണി മാർക്കറ്റ് RBIയും ക്യാപിറ്റൽ മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത് സെബി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പറയണത് ഇറ്റ് വർക്ക്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഏജൻസി കോൾഡ് സെബി. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റിന് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഏതൊക്കെയായിരുന്നു? പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് എന്നും. പ്രൈമറി മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റ് രണ്ടായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഇത്രയാണ് ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നോക്കാം. വിവിധ ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പല വ്യക്തികളിൽ നിന്ന് പണം ശേഖരിക്കുക, അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പറയണത് എന്താ, നമ്മൾ വ്യക്തികളിൽ നിന്ന്, പണമുള്ളവരിൽ നിന്ന് പണം ശേഖരിക്കുക, അത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് മൊബിലൈസ് സേവിങ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി കൺട്രി. രണ്ടാമത്തെ എന്താ പറയുന്നത്, പണം കടം കൊടുക്കുന്നവരെയും പണം ആവശ്യമുള്ളവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ആര്? ക്യാപിറ്റൽ മാർക്കറ്റ്. പണമുള്ളവരെയും ഇല്ലാത്തവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. മൂന്നാമത്തേതോ, കമ്പനികളുടെ മൂലധന സ്വരൂപണത്തിന് സഹായിക്കുന്നു. അപ്പോൾ കമ്പനി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കൊണ്ടുവരാൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ക്യാപിറ്റൽ ഫോർമേഷൻ ഓഫ് ദി കമ്പനീസ്. നെക്സ്റ്റ്, സെക്യൂരിറ്റികൾ എന്താക്കി മാറ്റുക, ക്യാഷ് ആക്കി മാറ്റാനും ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്.
ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് എന്താക്കി മാറ്റാൻ, പണമായിട്ട് മാറ്റാനും ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയണത് നോക്കുക, സെക്യൂരിറ്റികളുടെ സ്വാതന്ത്ര്യവും നീതിപൂർവവും സുതാര്യവുമായ കൈമാറ്റം ഉറപ്പുവരുത്തുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫ്രീ, ഫെയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, നീതിപൂർവമായ രീതിയിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും ആര് സഹായിക്കുന്നുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു അല്ലേ, ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലേ. ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഏതൊക്കെയാണത്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും, അല്ലേ. പ്രൈമറി മാർക്കറ്റിൽ നിന്നും സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ മാർക്കറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഏതാണ്, പ്രൈമറി മാർക്കറ്റ്. ആ പ്രൈമറി മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കുക, സെക്യൂരിറ്റീസൊക്കെ ആദ്യം ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലുണ്ടോ, സെക്യൂരിറ്റീസൊക്കെ ആദ്യമായിട്ട് ഇറക്കില്ലേ, ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ്. അതുകൊണ്ട് ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് ഇതിനെ പറയുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റിനെ പറയുന്നുണ്ട്. അവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയ കമ്പനീസൊക്കെ വരില്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണം, ബൈ ചെയ്യണം, അതേപോലെ സെല്ല് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എക്സ്പാൻഷന് വേണ്ടിയിട്ടും അതേപോലെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടും പുതിയ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെ സെക്യൂരിറ്റീസ് ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, കമ്പനികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ലോങ് ടേം ഫണ്ട്, ദീർഘകാല ധനം, വിവിധ സെക്യൂരിറ്റീസ്, പലതരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന വിപണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ പറയണത് എന്താണ്, കമ്പനികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ദീർഘകാല ധനം, വിവിധ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക, പല രീതിയിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, നിക്ഷേപകരിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്ന മാർക്കറ്റാണ്, അല്ലെങ്കിൽ നേരിട്ട് സ്വീകരിക്കുന്ന വിപണിയാണ് ഏതെന്ന് പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, കമ്പനികൾ നേരിട്ട് എന്ത് ചെയ്യണ, നിക്ഷേപകർക്ക് പുതിയ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പറയുന്നത്, പ്രൈമറി മാർക്കറ്റ് മീൻസ് ദ മാർക്കറ്റ് ഫോർ ന്യൂ ഇഷ്യൂ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. എക്സിസ്റ്റിംഗ് ഓർ ന്യൂ കമ്പനീസ് അപ്രോച്ച് ദ പ്രൈമറി മാർക്കറ്റ് ഫോർ റൈസിംഗ് ലോങ് ടേം ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ന്യൂ സെക്യൂരിറ്റീസ് ഡയറക്ട്ലി ടു ദി ഇൻവെസ്റ്റേഴ്സ്. Primary market is also known as new issue market because in this market securities are sold for the first time. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് റൈസിങ് ക്യാപിറ്റൽ ഫ്രം പ്രൈമറി മാർക്കറ്റ്. പ്രാഥമിക വിപണിയിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് മൂലധനം സ്വരൂപിക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ആ ചാർട്ട് നോക്കിയേ, അതിൽ നോക്കിയാൽ മനസ്സിലാവും, പ്രൈമറി മാർക്കറ്റിന് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, റൈറ്റ് ഇഷ്യൂ, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഏതൊക്കെയാണ്, പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടും പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. വീണ്ടും പബ്ലിക് ഇഷ്യൂവിന് എന്ത് ചെയ്തു, പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ തന്നെ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് മാത്രം എടുത്തിട്ട് ഈ പ്രൈമറി മാർക്കറ്റിൽ നിന്ന് മൂലധനം സ്വരൂപിക്കുന്ന രീതികൾ ഇത് മാത്രം എക്സാമിന് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ഓരോന്ന് നോക്കാം. പ്രൈമറി മാർക്കറ്റിലൂടെ മൂലധനം സ്വരൂപിക്കുന്ന രീതികളാണ് നമ്മളിവിടെ പറയുന്നത്, അല്ലേ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ പറഞ്ഞത്, ഫസ്റ്റ് പോയിൻ്റ് ഏതാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അതിൻ്റെ ഷെയർസ്, ഓഹരികൾ ആദ്യമായിട്ട് പുറത്തിറക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്യാപിറ്റൽ സ്വരൂപിക്കാനായിട്ട് ഒരു കമ്പനി അതിൻ്റെ ഷെയർസ് ആദ്യമായിട്ട് പുറത്തിറക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. വെൻ എ കമ്പനി ഇഷ്യൂ ഇറ്റ്സ് ഷെയർസ് for the first time to raise capital, it is called initial public offer. ഇനി നോക്കുക, നമ്മൾ ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടും രണ്ടാമത്തത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, ഇനീഷ്യൽ പബ്ലിക് ഓഫറിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റാണ് പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാഥമിക വിപണിയിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന ഏറ്റവും സാധാരണ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു രീതിയാണ് ഇതെന്ന് പറയുന്നത്, പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് മോസ്റ്റ് കോമൺ വേ ഓഫ് റൈസിങ് ഫണ്ട് ഫ്രം ദി പ്രൈമറി മാർക്കറ്റ്.
പ്രൈമറി മാർക്കറ്റിൽ നിന്ന് പണം സ്വരൂപിക്കുന്ന സാധാരണ ഒരു രീതിയാണ് പബ്ലിക് ഇഷ്യൂ. ഈ പബ്ലിക് ഇഷ്യൂവിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഓഫർ ത്രൂ പ്രോസ്പെക്ടസും രണ്ടാമത്തത് ഓഫർ ഫോർ സെയിലും. പബ്ലിക് ഇഷ്യൂവിലെ ഫസ്റ്റ് പോയിൻ്റാണ് ഏതെന്ന് പറയുന്നത്? പബ്ലിക് ഓഫർ ത്രൂ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൈമറി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. പ്രൈമറി മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ ശേഖരിക്കാൻ അല്ലെങ്കിൽ സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനി എന്ത് ചെയ്യും? അവരുടെ ഷെയറുകളും ഡിബഞ്ചറുകളും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു ലഘുരേഖയാണ് ഏതെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ. അതിൽ കമ്പനീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് കമ്പനിയും ഇൻവെസ്റ്റേഴ്സും നേരിട്ടുള്ള ഒരു ഇടപാടാണ് ഇവിടെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിൽ നേരിട്ട് നടക്കുന്ന ഒരു ഇടപാടാണ്. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും? കമ്പനീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ കമ്പനി അവരുടെ ഷെയറുകളും ഡിബഞ്ചറുകളും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പൊതുജനങ്ങളെ ക്ഷണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് ഏതെന്ന് പറയുന്നത്? പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലാവധി ഒരാഴ്ചയാണ്. ഓക്കെ. Public offer through prospectus means a company which wants to raise capital from the primary market invites the general public to buy its shares and debentures through invitation letter. This invitation letter is called prospectus. പബ്ലിക് ഇഷ്യൂവിലെ രണ്ടാമത്തെ പോയിൻ്റാണ് ഏതെന്ന് പറയുന്നത്? ഓഫർ ഫോർ സെയിൽ. അവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ കമ്പനി ക്യാപിറ്റൽ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് പൊതുജനങ്ങളെ സമീപിക്കുന്നില്ല. നേരെ മറിച്ച് എന്താ ചെയ്യണത്? കമ്പനി അവരുടെ ഷെയറുകളും ഡിബഞ്ചറുകളും ഒരു നിശ്ചിത വിലയ്ക്ക് ആർക്കാണ് കൊടുക്കുന്നത്? ഒരു ഇടനിലക്കാരന് വിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ ഷെയറുകളും ഡിബഞ്ചറും ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു ഇടനില സ്ഥാപനത്തിന് വിൽക്കുന്നു. ആ ഇടനില സ്ഥാപനം വഴിയാണ് അത് ആരുടെ കയ്യിലെത്തണമെന്ന് നോക്കുക? പൊതുജനങ്ങളുടെ കയ്യിലെത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇടനില സ്ഥാപനം ആ ഷെയറുകളും ഡിബഞ്ചറുകളും വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് അത് ആർക്ക് കൊടുക്കുള്ളൂ? പൊതുജനങ്ങളുടെ കയ്യിലെത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് സാധാരണ അങ്ങനെ തന്നെ. നമ്മൾ വാങ്ങിയതാവില്ല പിന്നെ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വില കൂട്ടും അല്ലേ? അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് അത് ആർക്ക് കൊടുക്കും? പൊതുജനങ്ങൾക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ കമ്പനി നേരിട്ട് പൊതുജനങ്ങളെ സമീപിക്കണില്ല എന്ന് ഓർത്ത് വയ്ക്കുക. പകരം ഒരു ഇടനില സ്ഥാപനം വഴിയാണ് ആ ഷെയറുകളും ഡിബഞ്ചറുകളും ആരുടെ കയ്യിലെത്തുന്നത്? പൊതുജനങ്ങളുടെ കയ്യിലെത്തുന്നത്. Offer for sale means under this method, new securities are offered to the general public not directly by the company but to an intermediary who buys en bloc of securities from the company. Generally, the intermediaries are stock broking companies. Okay. Next, private placement. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏതിൻ്റെ ഭാഗമായിരുന്നു? ഇനീഷ്യൽ പബ്ലിക് ഓഫറത്തെ രണ്ടാമത്തെ പോയിൻ്റാണ് ഏതെന്ന് പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചില കമ്പനികൾ എന്ത് ചെയ്യുന്നില്ല? അവരുടെ ഷെയറുകളും ഡിബഞ്ചറുകളും ഒന്നും പൊതുജനങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അവരെന്താ ചെയ്യണത്? അവരുടെ സെക്യൂരിറ്റീസ് സ്വകാര്യമായിട്ട് അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ചില സ്ഥാപനങ്ങൾക്കും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ലേ അവർക്കും, അതേപോലെ ചില അവർക്ക് ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വിൽക്കുന്നുള്ളൂ. അതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള കമ്പനികൾക്കൊക്കെ അവർ എന്ത് ചെയ്യുന്നുള്ളൂ? അവരുടെ ഷെയറുകളൊക്കെ വിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്വകാര്യമായിട്ട് അവരവർ സെക്യൂരിറ്റീസ് വിൽക്കുന്ന കാരണം അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല? പ്രോസ്പെക്ടസ് ഒന്നും അടിച്ചിറക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തും കുറവായിരിക്കും? ചിലവും കുറവായിരിക്കും. Private placement means some companies do not want to sell their shares and debentures to the public. They sell their securities privately only to the financial institution close to them and to a selected set of individuals. ഇതാണ് ഏതെന്ന് പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ചില വ്യക്തികൾക്കും ചില സ്ഥാപനങ്ങൾക്കും മാത്രം വിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയും? പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്നും പറയും. നെക്സ്റ്റ് പോയിൻ്റ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റിൻ്റെ സെക്കൻഡ് പോയിൻ്റാണ്. ആദ്യത്തെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ, രണ്ടാമത്തെയാണ് റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂവിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, നിലവിലുള്ള ഓഹരി ഉടമകൾ ഉണ്ടാവും ഇല്ലേ? ആ ഓഹരി ഉടമകൾക്ക് ഇപ്പോൾ കമ്പനി വീണ്ടും ഷെയർ പുറത്തിറക്കുകയാണ്. ക്യാപിറ്റൽ സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കമ്പനി വീണ്ടും ഷെയറുകൾ പുറത്തിറക്കണ സമയത്ത് കമ്പനി നിയമം 18-ാം വകുപ്പ് അനുസരിച്ച് ആ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവർ മുന്നേ വാങ്ങിയിരുന്ന പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഷെയറുകൾ കിട്ടാനുള്ള അവകാശമുണ്ട്.
റൈറ്റ്സ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർ മുന്നേ വാങ്ങിയിരുന്ന പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയറുകൾ കിട്ടാനുള്ള അവകാശത്തെ നമ്മൾ പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ടോ? ആ അവകാശത്തെ നമ്മൾ പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്ന് പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനി എന്ത് ചെയ്യണ്, പുതിയ ഷെയറുകൾ ഇറക്കുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ, മനസ്സിലാവുണ്ടോ? അപ്പോൾ കമ്പനി നിലവിലുള്ള ഓഹരി ഉടമകൾക്ക് തന്നെ, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് തന്നെ പുതിയ ഓഹരികൾ വിൽക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് നമ്മൾ എന്താണെന്നാ പറയുക, റൈറ്റ് ഇഷ്യൂ എന്നാണ് പറയുക. മനസ്സിലാവുന്നുണ്ട്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ പുതിയ ഷെയർസ് കൊടുക്കുമ്പോൾ അതിനെ റൈറ്റ് ഇഷ്യൂ എന്നും പറയും. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ള അവകാശത്തെ നമ്മൾ എന്തെന്നും പറയും, പ്രീ എംപ്റ്റീവ് റൈറ്റ് എന്നും പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ കയ്യിൽ 1000 ഷെയർസ് ഉണ്ടെന്ന് വെക്കുക. ഇനി അവരെന്ത് ചെയ്യണം, ഒരു 1000 ഷെയർസ് കൂടി ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതിന് മുന്നേ കമ്പനി പറയും എന്താണ്, 1000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റൈറ്റ്സ് തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഷെയർസ് വാങ്ങുന്നവർക്ക് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് കൊടുക്കുകയാണ്. ആ റൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള ഷെയർസിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് അവർക്ക് ഇത്ര ഷെയർസ് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. Right issue means this is the issue of new shares to existing shareholders. It is called right issue because it is the preemptive right of the existing shareholders that the company must offer them the new issue of shares before offering to the outsiders. Thus, when a company wants additional capital, they sell the new shares to the existing shareholders. Such an issue is called right issue. Okay. ലാസ്റ്റ് പോയിന്റ് ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. അതിൽ പറയണത് എന്താ വെച്ചാൽ ഇൻ്റർനെറ്റിലൂടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ സാധ്യമാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. IPO ത്രൂ ഓൺ ഇലക്ട്രോണിക് മീഡിയ ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ് ഇവിടെ എന്ത് ചെയ്യണത്, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണത്. ഇവിടെ എന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ കമ്പനി തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും. എഗ്രിമെൻ്റ് ഉണ്ടായിട്ട് സെബിയുടെ രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യും. പിന്നെ ഈ ബ്രോക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതും ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്, ഈ ബ്രോക്കേഴ്സാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്താണ്, ഇൻ്റർനെറ്റിലൂടെ എന്ത് ചെയ്യാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ സാധ്യമാക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റിലൂടെ മൂലധനം സ്വരൂപിക്കുന്ന രീതികളെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?